എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മദ്യനയവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഡ്രൈ ഡേകളിൽ മദ്യം വിളമ്പുവാൻ ഏകദിന പെർമിറ്റ് അനുവദിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയം നിലവിൽ വന്നിട്ടുണ്ട്. ബിസിനസ് സമ്മേളനങ്ങൾ, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി 1-ാം തീയതി മദ്യം വിളമ്പാവുന്നതാണ്. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ, ഹെറിറ്റേജ്, ക്ലാസിക് റിസോർട്ടുകൾ എന്നിവയ്ക്കും അനുമതി നൽകിയിട്ടുണ്ട്. 6 ലക്ഷം രൂപ നൽകി പ്രത്യേക ഏകദിന പെർമിറ്റും എടുക്കേണ്ടതാണ്. 7 ദിവസം മുൻപ് അപേക്ഷിക്കേണ്ടതാണ്. 1-ാം തീയതി ഡ്രൈ ഡേയിൽ മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. മറ്റ് ഡ്രൈ ഡേകളിൽ അനുമതിയില്ല. പാലക്കാടിലുള്ളതുപോലെ കൂടുതൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുവാനും മദ്യ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുകൾ, ബ്രൂവറി, ഡിസ്റ്റിലറി എന്നിവ തുടങ്ങാവുന്നതാണ്. ഹോർട്ടി വൈനുകൾ ബിവറേജസ് വഴി മാത്രമേ വിൽക്കാവൂ എന്ന വ്യവസ്ഥയിലും ഇളവ് നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി അയക്കുവാൻ ബിവറേജസ് കോർപ്പറേഷന് അനുമതി നൽകിയിട്ടുണ്ട്. കയറ്റുമതി ചെയ്യുന്ന മദ്യത്തിനുള്ള നികുതിയും കൂട്ടുന്നതാണ്. ബെവറേജസ് മദ്യക്കുപ്പികളിൽ QR കോഡും ഇതിനോടകം തന്നെ നിർബന്ധമാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കള്ള് കയറ്റുമതിയുമായി ബന്ധപ്പെടുത്തി പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ടെഡി ബോർഡിൻ്റെ ആവശ്യം പരിഗണിച്ച് കള്ള് ബോട്ടിലുകളിലാക്കി കയറ്റുമതി ചെയ്യുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷാപ്പും ആരാധനാലയങ്ങൾ, സ്കൂളുകൾ എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള കുറഞ്ഞ ദൂരം 400 മീറ്ററിൽ നിന്ന് 150 മീറ്റർ ആക്കണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചിട്ടില്ല. തെങ്ങിൽ നിന്ന് ഒരു ദിവസം ചെത്താവുന്ന കള്ള് 2 ലിറ്റർ എന്നതും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പലുകളിലും മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെടുത്തി പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. വിനോദസഞ്ചാര പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ആഡംബര കപ്പലുകളിലും മദ്യം വിളമ്പുവാൻ അനുമതി നൽകും. നെഫർറ്റി എന്ന കപ്പലിനാണ് ഇപ്പോൾ പ്രത്യേക അനുമതി ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാറുമായി ബന്ധപ്പെടുത്തി പല ഇളവുകളും മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാറുകളുടെ പാർട്ണർഷിപ്പും ഡയറക്ടർ ബോർഡും പുനഃസംഘടിപ്പിക്കുവാൻ എക്സൈസിൻ്റെ മുൻകൂർ അനുമതി വേണ്ട എന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യം അറിയിച്ചാൽ മതി. വൈകിയാൽ പിഴ ചുമത്തുന്നതാണ്. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 1 മണിക്കൂർ കൂടി കൂട്ടണമെന്ന ശുപാർശ നിലവിലിപ്പോൾ അംഗീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വ്യവസായ IT പാർക്കുകളുമായി ബന്ധപ്പെടുത്തിയും ഇനി മുതൽ മദ്യവിതരണം ലഭ്യമാണ്. വ്യവസായ IT പാർക്കുകളിൽ മദ്യം വിളമ്പുവാൻ അനുമതി ലഭിക്കുന്നതാണ്. മുൻ മദ്യ നിയമത്തിൽ പ്രഖ്യാപിച്ചതാണെങ്കിലും ചട്ടമുണ്ടാക്കാത്തതിനാൽ ഇതുവരെ തുടങ്ങിയിരുന്നില്ല. IT പാർക്കുകളിലെ മദ്യശാല നടത്തിപ്പ് പുറം കരാർ നൽകുന്നത് തീരുമാനിച്ചത് വിവാദമായിരുന്നു. ഇതിൽ നിലവിലിപ്പോൾ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.